പി.കെ. സരീഷ് നമുക്കൊപ്പം ചേരുകയാണ്. പി.കെ. സരീഷ്, വലിയ പ്രതിഷേധമാണ്. 2 ദിവസത്തിനുള്ളിൽ 70ഓളം പേർക്കാണ് ഈ നഗരത്തിൽ മാത്രം ഈ തെരുവുനായുടെ കടിയേറ്റത്. അതിൽ പ്രതിഷേധിച്ചാണ്, അതായത് കോർപ്പറേഷൻ ഈ നിയന്ത്രണത്തിലും ഒപ്പം തന്നെ തെരുവുനായ നിയന്ത്രണത്തിലും സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ CPM-ന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. നിയന്ത്രണ വിധേയമാക്കാൻ, ഈ തെരുവുനായ്ക്കളെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോർപ്പറേഷൻ UDF-ന്റെ ഭരണം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ മാർച്ച്. ഇന്നലെ ഈ തെരുവുനായുടെ കടിയേറ്റപ്പോൾ തന്നെ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തുകയും കോർപ്പറേഷനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും 20-ലേറെ പേർക്കാണ്, പ്രത്യേകിച്ച് ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ താവക്കര ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ളവർ നിരവധി ആളുകൾ ഓരോ മണിക്കൂറിലും കടന്നു പോകുന്ന സ്ഥലമാണ്. അത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ പോലും, പ്രത്യേകിച്ച് ഈ നഗര ഹൃദയത്തിൽ പോലും ആളുകൾക്ക് കൃത്യമായി നടക്കാനാവുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി CPM രംഗത്തെത്തുന്നത്. ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് CPM പറയുന്നത്. യാതൊരു പ്രകോപനവുമില്ല, മറിച്ച് ഈ കൃത്യമായ പരിഹാരമാണ് വേണ്ടത്. ജനങ്ങൾക്ക് സ്വൈര്യമായി നടക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം പോലും സംരക്ഷിക്കാൻ കോർപ്പറേഷന് സാധിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി CPM ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് CPM പറയുന്നത്. സരീഷ്, ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. പി.കെ. സരീഷാണ് വിവരങ്ങൾ നൽകിയത്. പി.കെ. സരീഷ്, തുടരുക. ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് കോർപ്പറേഷൻ ഓഫീസിലേക്ക്.